PM ശ്രീയിൽ ഇന്നലെ പ്രശ്നങ്ങൾ പറഞ്ഞവസാനിപ്പിച്ചതാണ്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടു കൂടി തന്നെ അതിനൊപ്പം തന്ന ഈ പ്രഖ്യാപനങ്ങളോടുകൂടി തന്നെ അത് ഏകദേശം അവസാനിച്ചു എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ CPIക്ക് മുന്നിൽ കീഴടങ്ങി എന്ന തരത്തിലാണ് PM ശ്രീയിലെ ഒത്തുതീർപ്പിനെ പൊതുവെ കാണുന്നത്. CPM അത്തരത്തിൽ CPIക്ക് മുന്നിൽ കീഴടങ്ങേണ്ടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. CPI PM ശ്രീ എന്ന വിഷയത്തിൽ അത്ര ഉറച്ച തീരുമാനങ്ങളിലേക്ക് എത്തുന്നു. അവർ മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തിയിട്ടും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അവരുടെ നിലപാടിൽ വരുത്താൻ തയ്യാറായില്ല. അത് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മന്ത്രിമാർ വിട്ടുനിൽക്കും എന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ അത് ബാധിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകും. അത് നിരവധി ആശങ്കകൾക്കും ചോദ്യങ്ങൾക്കും ഇട നൽകും. ഈ ഘട്ടത്തിലാണ് ഒത്തുതീർപ്പിന് CPM തയ്യാറാകുന്നത്, അവർ അയയുന്നത്, അവർ ഈ CPI മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിലേക്ക് എത്തുന്നത്. അപ്പോഴും ഈ ധാരണാപത്രം റദ്ദാക്കണം എന്ന CPIയുടെ ആവശ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. തൽക്കാലം അത് മരവിപ്പിക്കുന്നു. അതിനെക്കുറിച്ച് കേന്ദ്രത്തിന് കത്ത് നൽകുന്നു. പിന്നീട് മന്ത്രിസഭാ ഉപസമിതി ഇത് പരിശോധിക്കുന്നു. അതിനുശേഷം തീരുമാനം എന്നതാണ് എടുത്തിട്ടുള്ള ഇപ്പോഴത്തെ ധാരണ. അത് CPIയെ സംബന്ധിച്ച് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നു. അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവർ ആ തീരുമാനത്തിനൊപ്പം നിൽക്കുന്നു. ആ ധാരണയിൽ മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രി അക്കാര്യങ്ങൾ വിശദീകരിക്കും എന്ന ഒരു ധാരണ അവിടെ ഉരുത്തിരിയുന്നു. പക്ഷേ ഇതിലേക്ക് കൂടുതൽ ചർച്ചകൾ പോകാതെ, ഇതിലേക്ക് കൂടുതൽ ചോദ്യങ്ങൾ എത്താതെ മുഖ്യമന്ത്രി വളരെ ഭംഗിയായി തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതുമാണ് നമ്മൾ കണ്ടത്. പക്ഷേ ആ മുറുമുറുപ്പ് PM ശ്രീയിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു കീഴടങ്ങി എന്ന തോന്നൽ അത് ഇങ്ങനെ മുന്നണിക്കുള്ളിൽ തന്നെ നീറിപ്പുകയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് V. ശിവൻകുട്ടി ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിൽ അത്തരം ചില പരാമർശങ്ങളുണ്ട്. താൻ MN സ്മാരകത്തിൽ നിന്ന് ഈ ഇറങ്ങി വന്ന ഘട്ടത്തിൽ, അവിടെ ചർച്ചകൾക്ക് ശേഷം ഇറങ്ങി വന്ന ഘട്ടത്തിൽ മന്ത്രി GR അനിൽ നടത്തിയ പരാമർശങ്ങൾ തന്നെ വിഷമിപ്പിച്ചു എന്ന കാര്യങ്ങളാണ് മന്ത്രി V. ശിവൻകുട്ടി എന്ന് പറയുന്നത്. ആ വിഷമങ്ങൾ ഇന്ന് തുറന്നു പറയുകയാണ് മന്ത്രി V. ശിവൻകുട്ടി ചെയ്തിരിക്കുന്നത്. ഈ MA ബേബിയെ പ്രശംസിച്ചുകൊണ്ട് ഇന്ന് CPIയുടെ മുഖപത്രത്തിൽ ഒരു ലേഖനം വരുന്ന സാഹചര്യമുണ്ടായി. MA ബേബിയുടെ ഇടപെടലിനെ പുകഴ്ത്തിക്കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ രണ്ട് പാർട്ടികൾക്കിടയിലും എന്താണ് ഇപ്പോഴത്തെ അവരുടെ സാഹചര്യങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ V. ശിവൻകുട്ടി പറയുന്നു, ബിനോയ് വിശ്വത്തെ കണ്ട് സംസാരിക്കാൻ എത്തിയപ്പോൾ മന്ത്രി GR അനിൽ തന്നെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തി എന്നതാണ്. ഓഫീസിൽ വന്നാൽ സംസാരിക്കാതെ പറ്റുമോ എന്നാണ് അനിൽ പ്രതികരിച്ചത്. എവിടെയോ കിടന്ന ഒരാൾ ഓഫീസിൽ വന്നതുപോലെ പുച്ഛത്തോടെയാണ് മന്ത്രി GR അനിൽ പെരുമാറിയതെന്നാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്. അതിലുള്ള അനിഷ്ടം രേഖപ്പെടുത്തുകയാണ്. MA ബേബി നിസ്സഹായനാണ് എന്ന് CPI പ്രതികരിച്ചിരുന്നു. അത് CPIയുടെ നേതാവ് പ്രകാശ് ബാബുവാണ് അത്തരമൊരു പ്രതികരണം നടത്തിയത്. അത് ശരിയായില്ല എന്ന് V. ശിവൻകുട്ടി പറയുന്നു. AISFും AIYFും അവർ സമര രംഗത്തായിരുന്നു PM ശ്രീക്കെതിരെ. അവർ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. അത് ശരിയായില്ല, അതിലുപയോഗിച്ച വാക്കുകൾ ശരിയായില്ല എന്നതാണ് V. ശിവൻകുട്ടി സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ABVP പ്രവർത്തകർ നേരിട്ടെത്തി അഭിനന്ദിച്ചതുമായി ബന്ധപ്പെട്ട് CPI നേതാവ് വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതും അത് വിദ്യാഭ്യാസ വകുപ്പും ഈ വിഷയത്തിൽ തെറ്റായ പാതയിലാണ് നീങ്ങുന്നത് എന്നതിൻ്റെ സൂചനയാണ് ആ അഭിനന്ദനം എന്നതാണ് TT ജിസ്മോൻ ഈ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നത്. അത് അദ്ദേഹത്തെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് മന്ത്രി അത്തരമൊരു വിമർശനം ഉന്നയിക്കുന്നത്. PM ശ്രീയുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കത്തിലും എന്നിട്ട് മന്ത്രി തന്നെ പറയുന്നുണ്ട്, ഇന്നലെ എല്ലാ തർക്കങ്ങളും അവസാനിപ്പിച്ചു, അത് രമ്യമായി പരിഹരിച്ചു. ഈ മുന്നണിയിൽ ഇത്തരം തർക്കങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്, അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ചെയ്യാനുള്ളത്. അത് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ മന്ത്രിസഭാ ഉപസമിതി കാര്യങ്ങൾ പരിശോധിച്ചു, അതിൻ്റെ തീരുമാനം അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിലെ വലിയ വിയോജിപ്പാണ് മന്ത്രി V. ശിവൻകുട്ടി സൂചിപ്പിക്കുന്നത്. സമാനമായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നതിൻ്റെ സൂചന. പറയാനുണ്ട്, പക്ഷേ താനത് പറയുന്നില്ല എന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുന്നത്. CPI ഈ വിഷയത്തിൽ MA ബേബിയെ പ്രശംസിക്കുന്നു മുഖപത്രത്തിൽ എന്നത് നമ്മൾ പ്രത്യേകം കാണണം. കാരണം ഈ വിഷയത്തിൽ
CPIയുടെ അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു CPM ദേശീയ സെക്രട്ടറിയായ MA ബേബി. ദേശീയ നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ അറിവുണ്ടായിരുന്നില്ല. CPI ഈ വിഷയം ദേശീയ തലത്തിൽ ഉയർത്തുകയും ദേശീയ നേതൃത്വം MA ബേബിയുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ സമാനമായ അവസ്ഥ തന്നെയായിരുന്നു MA ബേബിക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് MA ബേബി ഈ പ്രശ്ന പരിഹാരത്തിന് വലിയൊരു പങ്ക് വഹിക്കുകയും ചെയ്തു. അക്കാര്യമാണ് ഇന്ന് അഡ്വക്കേറ്റ് K പ്രകാശ് ബാബു ആ ലേഖനത്തിൽ വിശദീകരിക്കുന്നത്. കേരളത്തിൽ ക്യാമ്പ് ചെയ്ത MA ബേബി CPI നേതൃത്വവുമായി ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കിയതായാണ് ഈ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ K പ്രകാശ് ബാബു ലേഖനത്തിൽ പറയുന്നത്. കേരളത്തിൽ ഭരണ രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ ആവശ്യമായ ചർച്ച നടത്താതെ ഉദ്യോഗസ്ഥർ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്നൊരു വിമർശനവും ഉണ്ട് ഈ ലേഖനത്തിൽ എന്നത് നമ്മൾ കാണണം. അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചയെ ചൂണ്ടിക്കാട്ടുന്നു. MA ബേബിയുടെ ഈ വിഷയത്തിലുള്ള ഇടപെടലിനെ പ്രശംസിച്ചുകൊണ്ടുമാണ് ഇന്ന് അത്തരമൊരു ലേഖനം ഉണ്ടാകുന്നത്. പുത്തൻ വിദ്യാഭ്യാസ നയവും PM ശ്രീയും ഇടതുപക്ഷ സമീപനം എന്ന ഹെഡ്ലൈനിലാണ് ആ ലേഖനം വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിൽ ചർച്ചകളിലൂടെ ഈ പ്രശ്നം ഇടതുമുന്നണി പരിഹരിച്ചു. പക്ഷേ ഇപ്പോഴും അണയാത്ത കനൽ, അല്ലെങ്കിൽ പരസ്പരം അത്തരം ആക്ഷേപിച്ചു എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ തുടരുന്നുണ്ട്. അത് വലിയ തലത്തിലേക്ക് ഉയർന്നു പോകാതെ പരിഹരിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള നീക്കം അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് വേണം കരുതാൻ. കാരണം അവർക്ക് മുന്നണിയെ രാഷ്ട്രീയമായി കുറ്റപ്പെടുത്താനുള്ള വലിയൊരു അവസരമാണ് PM ശ്രീയിലൂടെ ലഭിച്ചിരുന്നത്. കോൺഗ്രസ് അത് അതിവിദഗ്ധമായി തന്നെ ഉപയോഗിക്കുന്നു. നമുക്കറിയാം കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ആരാണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുക എന്നതിനെ കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള തർക്കമുണ്ട്. ഹൈക്കമാൻഡിൽ വരെ ആ തർക്കങ്ങൾ എത്തുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ വേണ്ട എന്നത് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്നു. കൂട്ടായ ഉത്തരവാദിത്തത്തോടുകൂടി നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിന്റെ രംഗത്തുണ്ടാകണമെന്നൊരു നിർദ്ദേശമാണ് കോൺഗ്രസിന് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിലേക്ക് എത്തും. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന നല്ല ഒരു പ്രതികരണമായിട്ടാണ് PM ശ്രീയെ അവർ ഉപയോഗിക്കുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് അത് അതിവിദഗ്ധമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും ചെയ്തു. ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം പ്രതിപക്ഷത്തിന്റെ പ്രതികരണത്തെക്കാൾ രൂക്ഷമായിരുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സർക്കാരിനെ കടന്നാക്രമിക്കാനും പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചു. സർക്കാർ തീരുമാനത്തെ ആദ്യം സപ്പോർട്ട് ചെയ്തത് ABVP, പിന്നീട് RSS, പിന്നെ BJP എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. ഒപ്പുവെച്ച ശേഷം മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുന്നത് CPI പറ്റിക്കാനാണ്. ഇതിൽ നിന്നും മാറുമെന്ന് മുഖ്യമന്ത്രി പറയാൻ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു. ആര് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് ഒപ്പുവെച്ചത് എന്ന ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. ഒപ്പുവെച്ച ശേഷം മന്ത്രിസഭയിൽ വന്ന് ആരോടും മിണ്ടാതിരുന്നത് എന്തിനാണ് തുടങ്ങിയ ചോദ്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ കോൺഗ്രസിന്റെ ആഭ്യന്തരമായിട്ടുള്ള കലഹങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിലും വലിയ തർക്കമല്ലേ ഇപ്പോൾ ഇടതുമുന്നണിയിൽ നടക്കുന്നത് എന്നുകൂടി പ്രതിപക്ഷ നേതാവ് പറയുന്നു. അപ്പോൾ രാഷ്ട്രീയമായും ഒപ്പം തന്നെ തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങുമ്പോൾ അതിന് തിരിച്ചു പറയാൻ പറ്റുന്ന ഒരു കൃത്യമായ മറുപടിയായും ഒക്കെ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയിൽ ഉണ്ടായിട്ടുള്ള തർക്കത്തെ ഉപയോഗപ്പെടുത്തുകയാണ് കോൺഗ്രസ് എന്ന് നമ്മളിവിടെ കാണണം. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ കേൾക്കാം. മന്ത്രിസഭ അറിയാതെ, പാർട്ടി അറിയാതെ, മുന്നണി അറിയാതെ പോയി ഒപ്പുവെച്ചതിന് ശേഷമാണോ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുന്നത്? ഒപ്പുവെക്കുന്നതിന് മുമ്പായിരുന്നു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കേണ്ടത്. അത് ചെയ്തില്ല. ഇപ്പൊ ഒപ്പുവെച്ചതിന് ശേഷം മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുന്നത് CPIയെ പറ്റിക്കുകയാണ്, CPIയെ കബളിപ്പിക്കുകയാണ്. ഇതിൽ നിന്ന് മാറും എന്ന് പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്തുകൊണ്ട്? ആരെയാണ് പേടിക്കുന്നത്? ആര് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് ആരോടും ആലോചിക്കാതെ ഇതിൽ കയറി ഒപ്പുവെച്ചത്? അതാണല്ലോ പ്രശ്നം. ഒപ്പുവെച്ചിട്ട് വന്നിട്ട് മന്ത്രിസഭയിൽ മിണ്ടാതിരുന്നു. ഒപ്പുവെച്ചിട്ട് വന്നിട്ട് മന്ത്രിസഭയിൽ ആരോടും മിണ്ടാതിരുന്നു. ഇങ്ങനെ ഒപ്പുവെച്ച കാര്യം പോലും രഹസ്യമായി മന്ത്രിസഭാംഗങ്ങളുടെ കയ്യിൽ നിന്ന് വരെ മറച്ചുവെച്ചു. എന്ത് സമ്മർദ്ദമാണ് അദ്ദേഹത്തിനുണ്ടായത്? ഇപ്പൊ കാണിക്കുന്നത് കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയാണ്. CPIയെ കബളിപ്പിക്കുകയാണ്. ഇപ്പൊ എന്ത് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ്? എന്താണ് ഈ മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കാൻ പോകുന്നത്? പരിശോധിക്കേണ്ടത് ഒപ്പുവെക്കുന്നതിന് മുമ്പല്ലേ. ഈ സ്കീം എന്താണെന്ന് പരിശോധിക്കേണ്ടത് ഒപ്പുവെച്ചതിന് ശേഷം പരിശോധിക്കുക. എന്നിട്ട് അതിന്റെ സമയം പറയാതിരിക്കുക, അതിന്റെ കാല അളവ് പറയാതിരിക്കുക. അത് CPIയെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ CPIയെ കബളിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് എന്നതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നത്. ഇങ്ങനെ ഒരു ഉപസമിതിയെ വെക്കുന്നത് അതിനെ ചോദ്യം ചെയ്യുകയാണ് NK പ്രേമചന്ദ്രൻ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കരാർ ഒപ്പിട്ടതിന് ശേഷമാണോ ഉപസമിതി രൂപീകരിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. മാത്രവുമല്ല, ഈ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ കാര്യങ്ങളാണ് ഇതിനുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്ന് പറയുന്നു. CPIയുമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥ തന്നെ വൈരുദ്ധ്യം നിറഞ്ഞതാണ് എന്നതാണ് NK പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നത്. ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ ഒരു തരത്തിലും പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്നതല്ല, പ്രാവർത്തികമാക്കാൻ കഴിയുന്നതല്ല. കേന്ദ്ര ഗവൺമെന്റുമായി സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എഗ്രിമെന്റ്, ഒരു കരാർ, അതിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിയില്ല. അല്ലെങ്കിൽ ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കണം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും വൈരുദ്ധ്യം നിറഞ്ഞതാണ്. കാരണം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ ഒപ്പിട്ടിട്ടുള്ള ഒരു കരാറിന്റെ നിയമസാധുതയെ സംബന്ധിച്ചും അതിന്റെ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചും പഠിക്കാൻ ഒരു അവലോകന സമിതിയെ വെക്കുക, 7 അംഗ മന്ത്രിസഭാ യോഗത്തെ നിയോഗിക്കുക എന്ന് പറയുന്നത് തികച്ചും അസാധാരണമായിട്ടുള്ള നടപടിയാണ്. ഒരു കാരണവശാലും ഈ പറയുന്ന ഒത്തുതീർപ്പ് ധാരണ നടപ്പാകാൻ പോകുന്നില്ല. തൽക്കാലത്തേക്ക് CPIയുടെ മുഖം രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഈ പ്രശ്നത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. PM ശ്രീയിൽ സർക്കാർ ഒപ്പിടുമ്പോൾ അതിനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയതാണ് BJP നേതാക്കൾ, ABVPയുടെ പ്രവർത്തകരൊക്കെ. മന്ത്രിയെ ABVP പ്രവർത്തകർ ഓഫീസിൽ എത്തിക്കണ്ടാണ് അഭിനന്ദിച്ചത്. അത് വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ സർക്കാർ പിന്മാറുമ്പോൾ അല്ലെങ്കിൽ ഇത് മരവിപ്പിക്കുമ്പോൾ എന്താണ് BJP എത്തിപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ജോർജ് കുര്യൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. ഇത് സ്കൂളുകളുടെ കുട്ടികൾക്ക് കിട്ടേണ്ട അവകാശങ്ങളുടെ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് സൂചിപ്പിക്കുന്നത്. സർക്കാർ സ്കൂളുകളെ ഈ തീരുമാനം തകർക്കും. മാത്രവുമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലെ സ്കൂളുകളെ തേടി വിദ്യാർത്ഥികൾ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാക്കും. ഇതിൽ നിന്ന് പിന്മാറുമെന്ന് കരുതുന്നില്ല എന്ന് കൂടി ജോർജ് കുര്യൻ പറയുന്നു മാധ്യമങ്ങളോട്. പിന്മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ പിന്മാറിയോ ഇല്ലയോ അവിടെ കത്തുക, അത് ഞാൻ ആ വകുപ്പിൻ്റെ ആളല്ല. പക്ഷെ ഒരു കാര്യം വളരെ ക്ലിയറാണ്, കേരളത്തിലെ സർക്കാർ സ്കൂളുകളെ തകർക്കാനുള്ളൊരു ശ്രമമാണിത്. കാരണം 2022-23 1071 കോടി രൂപയാണ് സർക്കാർ സ്കൂളുകളുടെ വികസനത്തിന് വേണ്ടി കേന്ദ്രം കൊടുത്തത്. അതെല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരുന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ സ്കൂളുകളെല്ലാം സ്മാർട്ട് സ്കൂളുകളായത്. അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് തകർക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമമാണ്. അപ്പോൾ പിന്മാറും ഇന്ന് കരുതുന്നില്ല എന്നതാണ് ജോർജ് കുര്യൻ പറയുന്നത്. തൽക്കാലം മരവിപ്പിച്ചിരിക്കുകയാണ്. അന്തിമ തീരുമാനം അനുകൂലമായി തന്നെ വരും എന്ന ഒരു സൂചനയാണ് ജോർജ് കുര്യൻ നൽകുന്നത്. എന്താണ് സംഭവിക്കുക എന്നത് നമുക്കിപ്പോൾ വ്യക്തമല്ല. കാരണം ഉപസമിതി പഠിച്ചതിന് ശേഷമായിരിക്കും അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവുക. വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷനായ ഉപസമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. 2 CPI മന്ത്രിമാർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. പക്ഷേ ഇത് ഒരു പദ്ധതിയുടെ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം അത് സംസ്ഥാനത്തിന് മാത്രമായി പിൻവലിയുക എന്നത് അസാധ്യമാണ്. അത് ആ ധാരണാപത്രത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം നടപ്പാകുക എന്നതിന്റെ പ്രായോഗികത വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെ പദ്ധതി നടപ്പാക്കുന്നു എന്നതിനപ്പുറം മുന്നണി മര്യാദയുടെ ലംഘനമുണ്ടായി എന്നതാണ് CPIയെ ചൂണ്ടിപ്പിച്ചത്. അവർ അപമാനിതരായി എന്ന ഒരു ബോധം അവർക്കുണ്ടായി. അത് അവരെ അസ്വസ്ഥരാക്കി. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഉണ്ടായിട്ടില്ലാത്ത അസാധാരണമായ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് അവർക്ക് നീങ്ങേണ്ടുന്ന സാഹചര്യം സംജാതമാവുകയാണ് ചെയ്തത്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മന്ത്രിമാർ, CPI മന്ത്രിമാർ വിട്ടുനിന്നാൽ അത് മുന്നണിയുടെ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു എന്ന തോന്നൽ ഉളവാക്കും. അത് വലിയ ചോദ്യങ്ങൾക്ക് വഴിവെക്കും. സർക്കാരിന് അതൊരു വലിയ ബാധ്യതയാകും. സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഈ തോന്നൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ നീങ്ങുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്നത് അവർക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്ന ബോധമാണ് ആദ്യം ഈ വിട്ടുവീഴ്ചയ്ക്ക് CPMനെ പ്രേരിപ്പിക്കുന്നത്. മാത്രവുമല്ല, നമുക്കറിയാം ഇടതു പാർട്ടികൾ ദേശീയ തലത്തിൽ തന്നെ BJPയെ പ്രതിരോധിക്കുന്നു എന്ന നിലപാട് ഏറ്റവും ശക്തമായി ഉയർത്തുകയാണ്. ആ ഘട്ടത്തിൽ ഇടതു പാർട്ടികൾക്കിടയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം, കേന്ദ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഉടലെടുത്തിരിക്കുന്നു എന്നത് ദേശീയ തലത്തിൽ തന്നെ അവരുടെ നിലനിൽപ്പിന് ചോദ്യചിഹ്നമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അതും വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും. ഈ സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്ന സാഹചര്യത്തിൽ അത് മുന്നണിക്കുള്ളിൽ ഇത്ര വലിയ പ്രശ്നമായി
രൂപപ്പെടാൻ അനുവദിച്ചുകൂടാ എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും വിട്ടുവീഴ്ചയ്ക്ക് CPM-ഉം CPI-യും തയ്യാറാകുന്നത്. ഇത് റദ്ദാക്കണം എന്നതായിരുന്നുവല്ലോ CPI-യുടെ ആവശ്യം. അപ്പോൾ അവർ അതിൽ നിന്ന് അല്പം അഴിഞ്ഞ് ഇത് മരവിപ്പിക്കുന്നു എന്ന സാഹചര്യത്തിൽ ആ തീരുമാനം നടപ്പാക്കുകയായിരുന്നു. എന്തായാലും മുന്നണി മര്യാദയുടെ ലംഘനം എന്നതാണ് CPI ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ചൊടിപ്പിച്ച വിഷയം. ബിനോയ് വിശ്വത്തിന്റെ വാർത്താ സമ്മേളനം അത് അടിവരയിടുന്നതായിരുന്നു. ഇത് എന്ത് സർക്കാർ എന്ന് ബിനോയ് വിശ്വം ചോദിക്കുന്നത് നമുക്ക് മുന്നിലുണ്ട്. സംതിങ് ഈസ് റോങ് എന്ന് പറഞ്ഞ ആരോപണങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഊന്നിക്കൊണ്ട് BJP ബാന്ധവം ആരോപിച്ചുകൊണ്ട് ഈ വിഷയം സജീവമാക്കി നിർത്തുക എന്നതാണ് പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുന്നണിയിലെ അസ്വാരസ്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിന്റെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്ന ഒരു താല്പര്യം കൂടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. എന്തായാലും താൽക്കാലികമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. അതിനപ്പുറം ഇത് എങ്ങനെ ഈ ധാരണ എന്ന് പറയുന്നത് പ്രായോഗികമാകും എന്ന ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഇതിൽ ഏറ്റവും നിർണായകമാകുക കേന്ദ്രത്തിന്റെ തീരുമാനവും ഇടപെടലുമാണ്. മന്ത്രിസഭാ ഉപസമിതി ഇനി അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെങ്കിൽ പോലും കേന്ദ്രത്തിന്റെ ഉടനുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമോ? കേരളത്തിന് സ്വമേധയാ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാനാകില്ല. ഇത് മരവിപ്പിച്ചിരിക്കുന്ന സാഹചര്യം, അതിന് കേന്ദ്രത്തിന്റെ തുടർ നടപടി എന്ത് എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ SSA ഫണ്ട് ഉൾപ്പെടെ പിടിച്ചുവെക്കാനുള്ള തീരുമാനം ഇനി വേണമെങ്കിലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാം. മാത്രവുമല്ല മറ്റേതെങ്കിലുമൊക്കെ ഫണ്ടുകൾ, കേന്ദ്ര ഫണ്ടുകളും ഇത് മരവിപ്പിച്ച സാഹചര്യത്തിൽ വേണമെങ്കിൽ കേന്ദ്രത്തിന് തടഞ്ഞുവെക്കാം. അത്തരത്തിലുള്ള പ്രതികാര നടപടികൾ ഉണ്ടായാൽ ഈ ധാരണ പൊളിയുമോ എന്ന ഒരു വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും? എന്തായാലും ഇപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് ഒരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ്, താൽക്കാലിക ധാരണ മാത്രമാണ്. അതിനപ്പുറം ഇതിന്റെ പ്രായോഗികതയുമായി ബന്ധപ്പെട്ടും നടത്തിപ്പുമായി ബന്ധപ്പെട്ടുമൊക്കെ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. കേന്ദ്രത്തിന്റെ ഇടപെടലും നിർണായകമാണ്. അപ്പോൾ എന്താണ് ഇതിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും വി ശിവൻകുട്ടി ഇന്ന് CPI-ക്കെതിരെ പറഞ്ഞിട്ടുള്ള അതിരൂക്ഷമായ വിമർശനങ്ങളാണ്. ഇനി അതിൽ ആരെങ്കിലും മറുപടിയുമായി രംഗത്ത് വരുന്നുണ്ടോ, അങ്ങനെ വാക്കുകൊണ്ടുള്ള ഏറ്റുമുട്ടൽ തുടരുമോ, അതും ഒക്കെ സംശയം ജനിപ്പിക്കുന്ന ഘട്ടമാണ്. എന്തായാലും നേതാക്കൾ ഇടപെട്ട് തന്നെ അത്തരത്തിലുള്ള തുടർ പ്രതികരണങ്ങൾ ഒഴിവാക്കുമെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതുവരെ എടുത്തിരിക്കുന്ന എഫേർട്ട് അതിനുവേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ വി ശിവൻകുട്ടിയുടെ ഇന്നത്തെ ഈ പരിഭവം പറച്ചിലിൽ ഇത് അവസാനിക്കും എന്നതാണ് കരുതപ്പെടുന്നത്. അതിനപ്പുറമുള്ള കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകാൻ പോകുന്ന നീക്കങ്ങളാകും PM ശ്രീയിൽ ഇനി സർക്കാരിന് വലിയ തലവേദനകൾ സൃഷ്ടിക്കുക. ഒരിടവേളയ്ക്ക് ശേഷം നമുക്ക് അടുത്ത വാർത്തകളിലേക്ക് തിരിച്ചെത്താം.